നോക്കാൻ പോകുന്നത് ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റീനോസിസ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പോൾ എന്താണ് ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റീനോസിസ്? ആ പേരിൽ തന്നെ ഉണ്ട്. ഇറ്റ്സ് എ സർജിക്കൽ കണ്ടീഷൻ ഓഫ് ദ ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ട്രാക്ട് ആണ്. അതായത് സർജറി തന്നെ വേണ്ടി വരും. ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ട്രാക്ടിന്റെ ഒരു സർജിക്കൽ കണ്ടീഷനാണ് ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റീനോസിസ്. യൂഷ്വലി ഇൻഫൻസിലായിരിക്കും ഉണ്ടാകുന്നത്. ഇറ്റ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ hypertrophy and hyperplasia of two muscle layers of the pylorus resulting in the obstruction of the gastric outlet. അതായത് പൈലോറസ് ഇല്ലേ, നമ്മുടെ ആ ബി പിക്ചറില്ലേ, പൈലോറിക് സ്റ്റീനോസിന്റെ ആ ബി പിക്ചറില്ലേ, ആ ഭാഗത്ത് അതാണ് പൈലോറസ് എന്ന് പറയുന്നത്. ആ പൈലോറസിന്റെ രണ്ട് മസിൽ ലേയേഴ്സിന് മ്യൂക്കോസ അങ്ങനെ രണ്ട് മസിൽ ലേയേഴ്സിന് എന്തുണ്ടാകും? ഹൈപ്പർട്രോഫി ആൻഡ് ഹൈപ്പർപ്ലേസിയ ഉണ്ടാകും. അപ്പോൾ എന്താണ് അത് വലുത് എൻലാർജ് ആയിട്ട് കാണും. അപ്പോൾ ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ ഗ്യാസ്ട്രിക് ഔട്ട്ലെറ്റ്, അതാണ് hypertrophic pyloric stenosis. Hypertrophic pyloric stenosis is a common surgical condition usually occurs in the infants that results in the characterized by hypertrophy and hyperplasia of the two muscle layers of the pylorus resulting in the gastric outlet obstruction. Incidence എന്ന് പറയുമ്പോഴത്തേക്കും 2 to 4 per 1000 ലൈവ് ബർത്ത് ആണ്. കോമൺ ആയിട്ടുള്ളത് മെയിൽസിനാണ്. 4:1 ആണ് മെയിൽ ടു ഫീമെയിൽ റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മാനിഫെസ്റ്റഡ് ഏർലി ഇൻ ദ ലൈഫ് ആണ്, ബിറ്റ്വീൻ 3 to 5 വീക്സ് ഓഫ് ദി ഏജ്. കുട്ടിക്ക് ഒരു 3 വീക്സ് മുതൽ 5 വീക്സ് ഓഫ് ദി ഏജിൽ ഉണ്ടാകുമ്പോഴാണ് എന്താ ഈ ഒരു ഡിസീസ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. യൂഷ്വലി ഐഡന്റിഫൈ ചെയ്യുന്നത് 3 to 12 വീക്സ് ഓഫ് ദി ഏജ്. അതായത് ആദ്യത്തെ ഒരു 3 മാസത്തിനുള്ളിൽ കൊച്ചിന് ഒരു ആദ്യത്തെ 3 മാസം ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇത് കാര്യം ഡയഗ്നോസ് ചെയ്യും. യൂഷ്വലി ഒരു 3 to 5 വീക്സിനുള്ളിലാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഓഫ് ദ കേസും ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് 3 to 12 വീക്സ് ഓഫ് ഏജിന്റെ ഇടയിലാണ്. ഓക്കെ, അപ്പോൾ എറ്റിയോളജി എന്ന് പറഞ്ഞാൽ എക്സാക്ട് എറ്റിയോളജി നമുക്ക് അൺനോൺ ആണ്. പക്ഷെ ജനറ്റിക് ആയിട്ടുള്ള എറ്റിയോളജി ഉണ്ട്. മോണോസൈഗോട്ടിക് ട്വിൻസ്, അതായത് ഐഡന്റിക്കൽ ട്വിൻസ് ഇല്ലേ, അവരിൽ ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ്, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിൽ ഹൈ എമൗണ്ട് ഓഫ് പാരൈറ്റൽ സെൽസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ആ പാരൈറ്റൽ സെൽസ് എല്ലാം കൂടെ ഒരു മാസ് പോലെ ഫോം ചെയ്തിട്ട് കൂടുതൽ HCl സെക്രീറ്റ് ചെയ്യും. അതും എന്താണ് ഈ ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റീനോസിസിന്റെ ഒരു കോസ് ആണ്. പിന്നെ എന്താണ് ഒരു ന്യൂറോണൽ നൈട്രിക് ഓക്സൈഡ് സിന്തേസ് എന്ന് പറഞ്ഞിട്ട് എൻസൈം ഉണ്ട്. അവർ കുറവാകുമ്പോഴത്തേക്കും പൈലോറിക് സ്മൂത്ത് മസിൽസ് റിലാക്സേഷൻ സംഭവിക്കത്തില്ല. അപ്പം ഈ നമ്മുടെ ന്യൂറോൺസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന നൈട്രിക് ഓക്സൈഡ് സിന്തേസ് എന്ന് പറഞ്ഞ എൻസൈം എന്താണ് പൈലോറിക് മസിൽസിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടി നോർമലി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു ന്യൂറോണൽ നൈട്രിക് ഓക്സൈഡ് സിന്തേസ് എന്ന് പറഞ്ഞ എൻസൈമിന്റെ ഡെഫിഷ്യൻസി കാരണം എന്തുണ്ടാകാം? ഈ ഒരു ഡിസീസ് ഉണ്ടാകാം. പിന്നെ മാക്രോടൈഡ് ആന്റിബയോട്ടിക്സ് ആയിട്ടുള്ള എറിത്രോമൈസിൻ പോലുള്ള ആന്റിബയോട്ടിക്സ് ഫസ്റ്റ് 2 വീക്സ് ഓഫ് ദ ലൈഫിൽ എങ്ങാനും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്താണ് ഈ ഒരു ഡിസീസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫീഡിംഗ് മെത്തേഡ്സ് എന്ന് പറയാൻ ട്രാൻസ്പൈലോറിക് ഫീഡിങ് പ്രീ ടേം ഇൻഫൻസിന് കൊടുക്കാറുണ്ട്. അപ്പം പൈലോറിക് ആയിട്ടുള്ള ഫീഡിങ് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഹൈപ്പർട്രോഫി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ അസോസിയേറ്റഡ് അനോമലീസ് വല്ലതുണ്ടെങ്കിലും ഇത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം മെയിൻ ആയിട്ടുള്ള എറ്റിയോളജി പറയുന്നത് എക്സാക്ട് എറ്റിയോളജി അൺനോൺ ആണ്. ജനറ്റിക് കോസ് പറഞ്ഞ മോണോസൈഗോട്ടിക് ട്വിൻസിന്റെ കാര്യം. പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിന്റെ പാരൈറ്റൽ സെൽസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊരു മാസമായിട്ട് ഫോം ചെയ്യും, ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ നോർമലി ന്യൂറോണൽ നൈട്രിക് ഓക്സൈഡ് സിന്തേസ് എന്ന് പറഞ്ഞ എൻസൈം പൈലോറിക് മസിൽസിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, അതിന്റെ ഡെഫിഷ്യൻസി. പിന്നെ മാക്രോളിക്സ് ആയിട്ടുള്ള എറിത്രോമൈസിൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ ട്രാൻസ്പൈലോറിക് ആയിട്ടുള്ള ഫീഡിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. നെക്സ്റ്റ് പത്തോഫിസിയോളജി എന്ന് പറയുമ്പോഴത്തേക്കും ഹൈപ്പർട്രോഫി ആൻഡ് ഹൈപ്പർപ്ലേസിയ ഓഫ് ദ സ്മൂത്ത് മസിൽ സെൽസ് ഉണ്ടാകും. എവിടുത്തെ സ്റ്റൊമക്കിന്റെ ആൻഡൽ റീജിയനും പൈലോറിക് ആയിട്ടുള്ള സ്പിഞ്ചേഴ്സിനും സ്റ്റൊമക്കിന്റെ ആൻഡൽ റീജിയനും ആ രണ്ട് ഭാഗത്തും ഹൈപ്പർപ്ലേസിയ ആൻഡ് ഹൈപ്പർട്രോഫി ഓഫ് ദ സ്മൂത്ത് മസിൽസ് ഉണ്ടാകും. അത് കാരണം എന്താണ് സർക്കുലർ സ്മൂത്ത് മസിൽസ് ഓഫ് ദ പൈലോറസിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. പൈലോറസിന്റെ സർക്കുലർ സ്മൂത്ത് മസിൽസ് ഇൻക്രീസ് ചെയ്യും സൈസ്. എന്നിട്ട് അവിടുത്തെ ചാനൽ എന്ത് ചെയ്യും? നാരോ ചെയ്യും. അപ്പം പൈലോറിക് സ്പാസം ഉണ്ടാകും. അപ്പൊ കുട്ടിക്ക് കൊടുക്കുന്ന ഫുഡ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ മിൽക്ക് എന്താണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് പൈലോറിക് ചാനലിലൂടെ പ്രൊപ്പൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് മ്യൂക്കോസൽ ലൈനിങ്ങിനെ ഇറിറ്റേറ്റ് ചെയ്യും. ഓക്കെ, തിരിച്ചു കയറും. അത് വന്ന വഴി കൂടെ തിരിച്ചു പോകും. ലൂമൻ ചെറുതായതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ വന്ന വഴി തന്നെ തിരിച്ചു പോകും, അല്ലെന്നുണ്ടെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ട് ആ ഒരു ലൂമനിൽ കൂടെ തള്ളി പുറത്തോട്ട് വരും. അപ്പൊ അത് ആ ഒരു മ്യൂക്കോസൽ ലൈനിനെ ഇറിറ്റേറ്റഡ് ആക്കും. അപ്പൊ എന്താണ് സ്റ്റൊമക് കണ്ടൻസിന് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുകയും വിഗറസ് ആയിട്ടുള്ള പെരിസ്റ്റാൾസിസ് ഉണ്ടാകുകയും ചെയ്യും. ആ ഭാഗത്ത് വിഗറസ് പെരിസ്റ്റാൾസിസ് ഉണ്ടാകും. അപ്പോൾ ഈ വിഗറസ് പെരിസ്റ്റാൾസിസ് കാരണമാണ് മെയിനായിട്ടും ഹൈപ്പർട്രോഫിയും ആ ഒരു മസ്കുലേച്ചറിന്റെ ഡയലേഷനും ഉണ്ടാകുന്നത്, ഹൈപ്പർട്രോഫി ആൻഡ് ഹൈപ്പർപ്ലേസിയ ഉണ്ടാകുന്നത്.
ഇനി ആ ഒരു ഒബ്സ്ട്രക്ഷൻ കാരണം എന്തുണ്ടാകും? പ്രൊജക്ടൈൽ വൊമിറ്റിംഗ് ഉണ്ടായിരിക്കും. ഫീഡിങ്ങിന് ശേഷം തന്നെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫീഡിങ് പ്രൊജക്ടൈൽ വൊമിറ്റിംഗ് ഉണ്ടായിരിക്കും. അത് കാരണം എന്തുണ്ടാകും? കൊച്ചിന് ഡീഹൈഡ്രേഷൻ, ഹൈപ്പോക്ലോറമിക് ആൽക്കലോസിസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പത്തോഫിസിയോളജി മെയിനായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ഹൈപ്പർട്രോഫി ആൻഡ് ഡ്യൂ ടു ദ എറ്റിയോളജിക്കൽ റീസൺ ഹൈപ്പർട്രോഫി ആൻഡ് ഹൈപ്പർപ്ലേസിയ ഓഫ് ദ ആൻഡ്രൽ റീജിയൻ ആൻഡ് പൈലോറിക് മറ്റേ സ്പിങ്ചറിന് എന്തുണ്ടാകും? ഒരു ഹൈപ്പർട്രോഫി ആൻഡ് ഹൈപ്പർപ്ലേസിയ ഓഫ് ദ സ്മൂത്ത് മസിൽസ് ഉണ്ടാകും. അപ്പോൾ അവിടുത്തെ സ്മൂത്ത് മസിൽസിന് ഹൈപ്പർട്രോഫി ഹൈപ്പർപ്ലേസിയ ഉണ്ടാകുമ്പോഴത്തേക്കും പൈലോറസിന്റെ സർക്കുലർ സ്മൂത്ത് മസിൽസിന്റെ ഹൈപ്പർട്രോഫിയും ഹൈപ്പർപ്ലേസിയ ഉണ്ടായിട്ട് അവിടുത്തെ ലൂമൻ നാരോ ചെയ്യും. ലൂമൻ നാരോ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? ദ മിൽക്ക് ഓർ കേർഡ് അല്ലെങ്കിൽ മിൽക്ക് അഡ്മിനിസ്റ്റർഡ് ടു ദ ചൈൽഡ് എന്താണ് ഡി നോട്ട് പാസ് ത്രൂ ദ പൈലോറസ് കനാൽ ഫ്രീലി. അപ്പോൾ എന്താണ്? അവിടെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പോൾ മ്യൂക്കസ് ലൈനിങ് ഇറിറ്റേഷൻ ഉണ്ടാകും. ഭയങ്കരമായിട്ട് പ്രൊപ്പൽ ചെയ്യും. ആ ഒരു ഫുഡ് പ്രൊപ്പൽ ചെയ്തിട്ടായിരിക്കും പോവുക. അപ്പോൾ അവിടെ മ്യൂക്കോസൽ ലൈനിങ്ങിന് ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ വിഗ്രസ് ആയിട്ടുള്ള പെരിസ്റ്റാൾസിസ് നടക്കും. ടു ദ വിഗ്രസ് പെരിസ്റ്റാൾസിസ് എന്താണ്? ഫുഡ് ദാറ്റ് ഇസ് അഡ്മിനിസ്റ്റർഡ് ടു ദ ചൈൽഡ് വിൽ ബി പ്രൊട്ടക്റ്റഡ് എന്താണ് ഫോർവേഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് ത്രൂ എന്താണ് പ്രൊജക്ടൈൽ വൊമിറ്റിങ്ങിലൂടെ എന്തെങ്കിലും പുറത്തോട്ട് പോകും. അപ്പോൾ അതാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു എന്താണ് ആ ഒരു ഇറിറ്റേഷൻ കാരണം വീണ്ടും ഹൈപ്പർട്രോഫിയും ഹൈപ്ലേസിയ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു വൊമിറ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടൈൽ വൊമിറ്റിംഗ് കാരണം എന്തുണ്ടാകാം? ഡീഹൈഡ്രേഷൻ, കൊച്ചിന് ഹൈപ്പോക്ലോറമിക് ആൽക്കലോസിസും ഉണ്ടാകാം. നെക്സ്റ്റ് ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ നമ്മൾ പറഞ്ഞത് ഈ വൊമിറ്റിംഗ് തന്നെയാണ്. അപ്പം അബ്ഡമിനൽ ആയിട്ടുള്ള അബ്ഡമിൻ ഒരു വിഗറസ് ആയിട്ടുള്ള പെരിസ്റ്റാൾസിസ് കാരണം മെയിനായിട്ടും ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയം ഓഫ് ദ അംബിലിക്കസിലാണ് മെയിനായിട്ടും ഈ ഒരു വിഗറസ് പെരിസ്റ്റാൾസിസ് ഉണ്ടാകുന്നത്. വിത്ത് ദ വിഗറസ് പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് എന്താണ് ഡ്യൂറിംഗ് ദ ലെഫ്റ്റ് എസ്പെഷ്യലി ഇൻ ദ ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അംബിലിക്കസ് എന്തുണ്ടാകും? പ്രൊജക്ടൈൽ വൊമിറ്റിംഗ് നോൺ ബിലിയസ് ആയിട്ടുള്ള പ്രൊജക്ടൈൽ ബൈലൊന്നും കാണത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒബ്സ്ട്രക്ഷന് താഴെയല്ല ഡിയോഡിനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ മുകളിലാകുന്നതുകൊണ്ട് ബൈലൊന്നും കാണത്തില്ല. നോൺ ബിലിയസ് ആയിട്ടുള്ള പ്രൊജക്ടൈൽ വോമിറ്റിംഗ് ആയിരിക്കും. വിച്ച് കണ്ടെയ്ൻസ് എന്താണ് വോമിറ്റിങ്ങിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ കണ്ടൻസും ഉണ്ടായിരിക്കും, സ്ട്രീക്ക് ഓഫ് ബ്ലഡും ഉണ്ടായിരിക്കും. ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ കണ്ടൻസും സ്ട്രീക്ക് ഓഫ് ബ്ലഡും ഉള്ള നോൺ ബിലിയസ് ആയിട്ടുള്ള വോമിറ്റിംഗ് ഉണ്ടായിരിക്കും. ആദ്യം എന്താണ്? വിഗറസ് ആയിട്ടുള്ള പെരിസ്റ്റാൾസിസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എസ്പെഷ്യലി ഇൻ ദ ലെഫ്റ്റ് എന്താണ് ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് അല്ലെങ്കിൽ ഹൈപ്പോകോൺട്രിയ ഓഫ് ദ അംബലിക്കസ്. പിന്നെ എന്തുണ്ടാകും? നോൺ ബിലിയസ് ആയിട്ടുള്ള വോമിറ്റിംഗ് ഉണ്ടായിരിക്കും. വോമിറ്റിംഗ് കാരണം ഹൈപ്പോക്ലോറമിക് ആൽക്കലോസിസും ഡീഹൈഡ്രേഷനും ഉണ്ടാകും. പെർസിസ്റ്റന്റ് ആയിട്ടുള്ള റിക്കറന്റ് വോമിറ്റിംഗ് കാരണം എന്താണ്? ഡീഹൈഡ്രേഷൻ, ഹൈപ്പോക്ലോറമിക് ആൽക്കലോസിസും ഉണ്ടാകും. അപ്പം മൊത്തം പുറത്തോട്ട് പോവുകയാണ്, ഫുഡ് കഴിക്കുന്നതൊക്കെ പുറത്തോട്ട് പോവുകയാണ്. ആ പേഴ്സൺ ആയിട്ടുള്ള ഹംഗ്രി ഉണ്ടാകും. പിന്നെ സ്റ്റാർവേഷൻ, ഡയറിയ ആൻഡ് കോൺസ്റ്റിപ്പേഷൻ, അതായത് കൊച്ചു പട്ടിണി കിടക്കുന്നത് കാരണം ഉണ്ടാകുന്ന ഡയറിയയും കോൺസ്റ്റിപ്പേഷനും ഉണ്ടാകും. മാൽന്യൂട്രീഷൻ, പുവർ വെയിറ്റ് ഗെയിൻ, പിന്നെ ഇറിറ്റബിലിറ്റി, ജോണ്ടിസ് ഒക്കെ ഉണ്ടാകും. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞില്ല, ഒലിയിലേക്ക് മാസ്. അത് നമുക്ക് ലാറ്ററൽ റിഡ്ജ് ഓഫ് റെക്ടസ് അബ്ഡമിനൽ മസിൽസിന്റെ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് പാർട്ട് ഓഫ് അബ്ഡമൻ ആണ്. റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് അബ്ഡമന്റെ റൈറ്റ് അപ്പർ ക്വാഡ്രന്റിൽ ഒരു ഒലിയിലേക്ക് മാസ് നമുക്ക് പാൽപേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഡയഗ്നോസിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഹിസ്റ്ററി കളക്ഷൻ ചെയ്യുക. എന്തൊക്കെയാണ് ആ വോമിറ്റിങ്ങിന്റെ കാര്യം, വോമിറ്റിംഗ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനത്തെ ഇതാണ്, വോമിറ്റിങ്ങിന്റെ കളർ എന്താണ്, കൺസിസ്റ്റൻസി എന്താണ്, അതൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. അതിനകത്ത് ബ്ലഡിന്റെ വല്ല സ്ട്രീക്ക് ഓഫ് ബ്ലഡ് വല്ലതും കണ്ടോ, ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ കണ്ടൻസ് ഒക്കെ ഉണ്ടോ, അങ്ങനെയല്ല നമുക്ക് പേഷ്യന്റ് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് അതിനകത്തുള്ള കണ്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചോദിക്കാൻ പറ്റും. നെക്സ്റ്റ് ഫിസിക്കൽ എക്സാമിനേഷൻ സമയത്ത് നമുക്ക് പാൽപേറ്റ് ചെയ്ത് ഒലിയിലേക്ക് മാസ് ഉണ്ടെങ്കിൽ അത് പാൽപേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്? ഈ ഒരു വിഗറസ് ആയിട്ടുള്ള പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് എന്താണ് ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയം ഓഫ് ദ അംബിലിക്കസിൽ നമുക്ക് വിഗറസ് പെരിസ്റ്റാൾസിസ് കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ എന്താണ് ഓഫ് ദ അബ്ഡമൻ, ലാറ്ററൽ റിഡ്ജ് ഓഫ് ദ റെക്ടസ് അബ്ഡമിനസ് മസിലിന്റെ അവിടെ നമുക്ക് ഒലിയിലേക്ക് മാസൊക്കെ ഫിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുമ്പോഴത്തേക്കും അൾട്രാസൗണ്ട് ഓഫ് ദ അബ്ഡമൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പൈലോറിക് ആ മസ്കുലേച്ചർ വളരെ തിക്കൻഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ഈ 4 മില്ലിമീറ്ററിനെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു ഒരു ഇതായിട്ടും പൈലോറിക് മസിലിന്റെ ലെങ്ത് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ 4 മില്ലിമീറ്റർ ആണ് നമ്മൾ വേറെ ആയിട്ട് നമുക്ക് രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ബേരിയം സ്റ്റഡീസ് നമ്മൾ ചെയ്യും. ആ പൈലോറിക് കനാൽ ഭയങ്കര നീളമുള്ളതും കട്ടിയുള്ളതുമായിട്ട് കാണാൻ പറ്റും. നീളമുള്ളതായിട്ട് കാണുന്നതിനെ വിളിക്കുന്നതാണ് സ്ട്രിങ് സൈൻ. സ്ട്രിങ് എന്ന് പറയുന്നത് നീളമുള്ളതല്ലേ. അതുപോലെ ഡബിൾ ട്രാക്ക് സൈൻ എന്ന് പറയുന്നത് കട്ടിയുള്ളതാണ്. അപ്പോൾ നീളമുള്ളതിന് നമ്മൾ സ്ട്രിങ് സൈൻ എന്നും കട്ടിയുള്ളതിന് നമ്മൾ ഡബിൾ ട്രാക്ക് സൈൻ എന്ന് വിളിക്കും. നെക്സ്റ്റ് ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ എൻഡോസ്കോപ്പി നമ്മൾ ചെയ്ത് നോക്കാം. അപ്പർ ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ എൻഡോസ്കോപ്പി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും എന്തുണ്ടാകും? ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ എൻഡോസ്കോപ്പി ചെയ്യും. പിന്നെ ലാബ് സ്റ്റഡീസ് ആണ് നമ്മൾ സെറം പൊട്ടാസ്യം, സോഡിയം, ക്ലോറിൻ, ഇത് മൂന്നും കുറയും. പൊട്ടാസ്യം, സോഡിയം, ക്ലോറിൻ, പിന്നെ pH പൊട്ടാസ്യം, സോഡിയം, ക്ലോറിൻ, ഇത്രയും കാര്യങ്ങൾ കുറയും. അത് ആ സമയത്ത് pH, ബൈകാർബണേറ്റ്,
പൊട്ടാസ്യം സോഡിയം ക്ലോറിൻ കുറയുന്ന സമയത്ത് pH, ബൈകാർബണേറ്റ്, ഹെമറ്റോക്രിറ്റ്, ഇൻഡയറക്റ്റ് ബിലിറൂബിൻ ഈ 4 കാര്യങ്ങൾ എലിവേറ്റഡ് ആകും. അപ്പോൾ ലാബ് സ്റ്റഡീസ് നോക്കുമ്പോഴത്തേക്കും സോഡിയം, പൊട്ടാസ്യം, ക്ലോറിൻ കുറയും, ബൈകാർബണേറ്റ്, pH, പിന്നെന്താണ് ഹെമറ്റോക്രിറ്റും ഇൻഡയറക്റ്റ് ബിലിറൂബിനും കൂടും. ഇത്രയും കാര്യങ്ങളാണ് ഡയഗ്നോസിസിനകത്ത് നോക്കുന്നത്. പിന്നെ മാനേജ്മെന്റ് മെയിനായിട്ട് നമ്മൾ ഫ്ലൂയിഡ് റെസിസ്റ്റേഷനും നമുക്ക് എന്താണ് വേണ്ടത്, ഫുഡിന്റെ കാര്യമാണ്. ഫ്ലൂയിഡ് റെസിസ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നല്ല ഡീഹൈഡ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 0.9% NS നമ്മൾ കൊടുക്കും. 20 ml per kilogram എന്നുള്ള രീതിയിലാണ് നമ്മൾ 0.9% NS കൊടുക്കുന്നത്. ഇനി സോഡിയം ഒക്കെ പ്ലാസ്മ സോഡിയം ഒന്നും വലിയ കുറവൊന്നും ഇല്ല, അത് അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലാണ്. 5% ഗ്ലൂക്കോസ്, 0.45% NS നമ്മൾ കൊടുക്കും. ഇനി എന്താണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 5% ഗ്ലൂക്കോസോ അല്ലെന്നുണ്ടെങ്കിൽ 0.9% സലൈനുമായിരിക്കും കൊടുക്കുക. അതായത് നമ്മുടെ പ്ലാസ്മ സോഡിയം കുറവാണ്, നല്ല കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ 0.9% സലൈൻ തന്നെയായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ നോർമൽ ആണ്, വലിയ കുറവൊന്നും ഇല്ലെങ്കിൽ 0.45% സലൈനാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ് നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം വൺസ് യൂറിൻ ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് കലീമിയല്ലേ, അപ്പോൾ പൊട്ടാസ്യം കുറവായതുകൊണ്ട് വൺസ് യൂറിൻ ഔട്ട്പുട്ട് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യുക, പൊട്ടാസ്യം കുറവാണെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ് കൊടുക്കും. പിന്നെ NG2B ഡീകംപ്രഷൻ നമ്മൾ കൊടുക്കും. നെക്സ്റ്റ് സർജറി എന്ന് പറയുന്നത്, സർജറി നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണ് ഡീഹൈഡ്രേഷനും ഇൻഫെക്ഷനും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇലക്ട്രോലൈറ്റ് ലെവൽ, ഫ്ലൂയിഡ് ബാലൻസ്, ആസിഡ് ബാലൻസ് ലെവൽ എല്ലാം കറക്റ്റ് ആയതിനു ശേഷം നമ്മൾ സർജറി ചെയ്യാനായിട്ട് വേണ്ടതാണ് റാംസ്റ്റഡ് പൈലോറോട്ടോമി ആണ്. പൈലോറമയോട്ടമി റാംസ്റ്റഡ് പൈലോറമയോട്ടമി എന്ന് പറയുന്ന ഒരു സർജറിയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഇൻസിഷൻ ചെയ്യും. ലോഞ്ചിറ്റ്യൂഡിൽ ഇൻസിഷൻ ഇട്ടിട്ട് ബ്ലണ്ട് ഇൻസിഷൻ ഇടും. ലോഞ്ചിറ്റ്യൂഡിന്റെ ഇൻസിഷൻ വിത്ത് ബ്ലണ്ട് ഇൻസിഷൻ ആണ്. ബ്ലണ്ട് ഇൻസിഷൻ അപ് ടു ദ ലെവൽ ഓഫ് സബ്മ്യൂക്കോസൽ ലെവലാണ്. അതായത് നമ്മുടെ പൈലോറസിന്റെ സബ്മ്യൂക്കോസൽ ലെവൽ വരെ എന്താണ് നമ്മൾ ബ്ലണ്ട് ഇൻസിഷൻ ഇടും, എലോങ് വിത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ ഇൻസിഷൻ. അതാണ് റാംസ്റ്റഡ് പൈലോറമയോട്ടമി എന്ന് പറയുന്നത്. പിന്നെ എൻഡോസ്കോപ്പി, ലാപ്രോസ്കോപ്പിക് ആയിട്ടുള്ള പൈലോറമയോട്ടമി നമ്മൾ ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ എൻഡോസ്കോപ്പിയിലൂടെ ബലൂൺ ഡയലേഷൻ ഓഫ് ദ പൈലോറസ്, ബലൂൺ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ വേർപ്പിക്കും, അങ്ങനെ പൈലോറസിന്റെ ലൂമൻ വലുതാക്കും. ഇതാണ് മെയിൻ ആയിട്ടുള്ള എന്തെന്ന് പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നഴ്സിംഗ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അസസ്മെന്റ് നമ്മൾ ചെയ്യുക, എമൗണ്ട് ഓഫ് എന്താണ് വൊമിറ്റിങ്ങും, ഫ്രീക്വൻസി ഓഫ് വൊമിറ്റിങ്ങിന്റെ കണ്ടൻസ് കാര്യങ്ങളൊക്കെ, പിന്നെ ഡീഹൈഡ്രേഷൻ, ഇലക്ട്രോലൈറ്റ് ബാലൻസ്, ആസിഡ് ബേസ് ബാലൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ നമ്മൾ അസസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ നഴ്സിംഗ് ഡയഗ്നോസിസ് ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് എടുത്താൽ പറ്റും റിലേറ്റഡ് ടു എഫക്ട് ഓഫ് ഡീഹൈഡ്രേഷൻ. പിന്നെ അല്ലെങ്കിൽ ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് റിലേറ്റഡ് ടു റെക്കറന്റ് ആയിട്ടുള്ള വോമിറ്റിംഗ് എഴുതാൻ പറ്റും. പിന്നെ ഇംബാലൻസ് ന്യൂട്രീഷൻ ലെസ് ദാൻ ബോഡി റിക്വയർമെന്റ് റിലേറ്റഡ് ടു പെർസിസ്റ്റന്റ് വോമിറ്റിംഗ് സെക്കൻഡറി ടു ബൈലോറിക് ഒബ്സ്ട്രക്ഷൻ, റിസ്ക് ഫോർ ഇൻഫെക്ഷൻ ഉണ്ട്, അക്യൂട്ട് പെയിൻ ഉണ്ട്, ആൻസൈറ്റി ഉണ്ടായിരിക്കും, ഡെഫിഷ്യന്റ് നോളജ്. പിന്നെ നഴ്സിംഗ് ഇന്റർവെൻഷൻസ് ആണ്. പ്രീ ഓപ്പറേറ്റീവ് കെയർ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം NPO ഇട്ടിട്ട് IV ഫ്ലൂയിഡ്സും IV ആന്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എന്താണ് നമ്മൾ പൊട്ടാസ്യം ക്ലോറൈഡും സോഡിയം ക്ലോറൈഡ് അതുപോലെ തന്നെ ഗ്ലൂക്കോസും ഒക്കെ പ്രിസ്ക്രൈബ്ഡ് എമൗണ്ടിൽ നമ്മൾ കൊടുക്കും. എന്താണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് അനുസരിച്ച്. ഡീഹൈഡ്രേഷനും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിന്റെ എന്തെങ്കിലും സയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആസിഡ് ബേസ് ഇംബാലൻസിന്റെ ഒക്കെ സയൻസ് നമ്മൾ വാച്ച് ചെയ്യണം. പിന്നെ ഡീഹൈഡ്രേഷൻ ആൻഡ് റീഹൈഡ്രേഷന്റെ സയൻസ് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഇലക്ട്രോലൈറ്റ്, ആസിഡ് ബേസ് ബാലൻസ് ഒക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ബ്ലഡ് പ്രൊഡക്ട്സ്, MSS, യൂറിൻ, സ്റ്റൂള്, NG2B ഡ്രെയിനേജ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്യണം. ബ്ലഡ് പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അതിന്റെ വേരിയേഷൻസ് കാര്യങ്ങൾ നോക്കുക. പിന്നെ MSS എന്തെങ്കിലും ഉണ്ട്, യൂറിൻ, സ്റ്റോൾ, NG2B ഡ്രെയിനേജ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത്. പിന്നെ കുട്ടീനെ എപ്പോഴും വാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വേണം നിർത്താനായിട്ട്. പിന്നെ എപ്പോഴും ഹെഡിനെ എലിവേറ്റ് ചെയ്യണം, ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട്. പിന്നെ കുട്ടീനെ ഫൗളസ് പൊസിഷനിൽ വേണം കിടത്താനായിട്ട്, നല്ല രീതിയിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ റൈറ്റ് സൈഡ് ആയിട്ടുള്ള ഹൈ ഫൗളസ് പൊസിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ഹെൽപ്പ് ചെയ്യും. കാരണം ലെഫ്റ്റിലല്ലേ നമ്മുടെ സ്റ്റമക്ക് ഇരിക്കും, നമ്മൾ റൈറ്റ് സൈഡായിട്ട് കിടക്കുമ്പോഴത്തേക്ക് ആ ഒരു ഗ്യാസ്ട്രിക് കംപ്രഷൻ നമുക്ക് ഒഴിവാക്കാനായിട്ടും പെട്ടെന്ന് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് നടക്കുകയും ചെയ്യും. പിന്നെ NG2B നമ്മൾ ഡ്രെയിനേജിന് വേണ്ടി ഇതാക്കണം. അതിന്റെ എമൗണ്ടും ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. വൈറ്റൽ സൈൻസ് ഡെയിലി വെയിറ്റ് ഒക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എന്താണ് സർജറിയുടെ ഔട്ട്കം, സർജറിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുക. പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫന്റിന് എന്ത് ചെയ്യുക, നമ്മൾ ഫീഡ് ചെയ്യുക. വവൽ സൗണ്ട് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഫന്റിനെ ഫീഡ് ചെയ്യുക. പിന്നെ ആദ്യം നമ്മൾ സ്മോൾ ആയിട്ടുള്ള ഓറൽ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ
വെച്ചിട്ട് സ്മോൾ എമൗണ്ട് ആയിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓറൽ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലേക്ക് പീഡിയാലൈറ്റ് എന്ന് പറഞ്ഞാൽ അതായത് കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്ന സാധനമാണ് പീഡിയാലൈറ്റ്. പീഡിയാലൈറ്റ് എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഉണ്ട്. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്താ പറയുക ഫീഡിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഓഫർ ഹാഫ് സ്ട്രെങ്ത് ഫോമിലെ ഇനിഷ്യലി ആൻഡ് പ്രോഗ്രസ് ടു ഫുൾ സ്ട്രെങ്ത് വിത്തിൻ 48 hours. അതായത് നമ്മൾ ആദ്യം ഹാഫ് സ്ട്രെങ്ത് ഫോമിലാണ് പീഡിയാലൈറ്റിന്റെ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഫുൾ സ്ട്രെങ്ത് ഫോമിലെ 48 hours കൊടുക്കും. പിന്നെ ഒരിക്കലും ബ്രസ്റ്റ് മിൽക്ക് ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല. അതായത് അതേപോലെ തന്നെ കൊടുക്കണം. പിന്നെ പതുക്കെ വേണം നമ്മൾ വൊമിറ്റിംഗ് ഒന്നും ഇല്ല അനുസരിച്ച് അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ പതുക്കെ വേണം നമ്മൾ ഈ ഫീഡിങ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. IV ഫ്ലൂയിഡ് സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഫീഡ് കൊടുക്കാൻ പറ്റുന്നിടത്തോളം വരെ നമ്മൾ IV ഫ്ലൂയിഡ്സ് കണ്ടിന്യൂ ചെയ്യണം. മോണിറ്റർ വൈറ്റൽ സയൻസ്, റെസ്പിറേറ്ററി ഇത് ഡീഹൈഡ്രേഷനോ റീഹൈഡ്രേഷനോ സയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്. പിന്നെ പിന്നെ സർജിക്കൽ സൈറ്റ് നമ്മൾ ഇൻസിഷൻ സ്വെല്ലിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ മെയിൻറ്റെയിൻ പെയിൻ മെഡിക്കേഷൻ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യണം. പെയിൻ്റെ നോൺ ഫാർമക്കോളജിക്കൽ പെയിൻ റിലീഫിംഗ് തെറാപ്പി, പിന്നെ ഡൈവേർഷൻ തെറാപ്പി ഒക്കെ കൊടുക്കുക. ഇന്ത്യക്ക് ഔട്ട്പുട്ട് ചാർട്ട് സ്ട്രിക്ട്ലി മോണിറ്റർ ചെയ്യുക. പിന്നെ പേരൻസിൻ്റെ അടുത്ത് ചൈൽഡിൻ്റെ കണ്ടീഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഫോളോ അപ്പിനെ കുറിച്ചും ഡയറ്റിൻ്റെ റെസ്ട്രിക്ഷനെ കുറിച്ചും ഡിസ്ചാർജ് ഹോം കെയറിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പൈലോറിക് സ്റ്റീനോസിസ് ആണ്. എന്താന്ന് പറഞ്ഞു, ഈ ഇൻസിഡൻസ് പറഞ്ഞു, എറ്റിയോളജി പറഞ്ഞു, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, പത്തോഫിസിയോളജി, ഡയഗ്നോസിസ്, മാനേജ്മെന്റ്, അത് സർജിക്കൽ മാനേജ്മെന്റ്, ഫ്ലൂയിഡ് മാനേജ്മെന്റ്, മാനേജ്മെന്റ് പറഞ്ഞു.